അറിയാമോ, ബാക്ക് പെയിൻ ഉള്ളവർക്ക് ഞാൻ പറയുന്ന 5 എക്സസൈസ് ചെയ്യുമ്പോൾ സർജറി വരെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഹായ്, ഞാൻ നിങ്ങളുടെ ന്യൂറോ സർജൻ ഡോക്ടർ ഗണേഷ്. കുറേ റിസർച്ച് പേപ്പേഴ്സ് ഉണ്ട് ഇപ്പോഴത്തെ ടു പ്രൂവ് ദാറ്റ് ബാക്ക് പെയിൻ ഇൻ 90 to 95% പേഷ്യൻസ് ആർ മെയിൻലി ഡ്യൂ ടു വീക്ക് കോർ മസിൽസ്. ബാക്ക് പെയിൻ ഉണ്ടാകുന്ന പല ആളുകൾക്കും കോർ മസിൽസ് വളരെ വീക്കാണ്. സോ ഇപ്പോൾ നമ്മുടെ അടുത്ത് വളരെ കുറേ റിസർച്ച് പേപ്പേഴ്സ് ഉണ്ട് വിച്ച് ഷോ ദാറ്റ് കോർ മസിൽ സ്ട്രെങ്തനിങ് ക്യാൻ ഇംപ്രൂവ് ആസ് വെൽ ആസ് പ്രിവെൻറ്റ് ബാക്ക് പെയിൻ. സോ കോർ മസിൽ സ്ട്രെങ്തനിങ്ങിന് സിമ്പിളായിട്ട് 5 എക്സസൈസ് പറയാം. ഈ 5 എക്സസൈസ് ദിവസം 10 to 15 മിനിറ്റ്സ് ചെയ്താൽ മാത്രം മതി. ഇതിൽ തന്നെ കോർ മസിൽസ് ക്യാൻ ബി സ്ട്രെങ്തൻഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ആൻഡ് ഓഫ് കോഴ്സ് ദ ബാക്ക് പെയിൻ ക്യാൻ ബി റിലീവ്ഡ്. ആദ്യത്തെ എക്സസൈസ് മഗിൽ കേൾ അപ്പ് ആണ്. സോ ഇതിൽ നമ്മുടെ റെക്ടസ് അബ്ഡോമിനസും ഡീപ്പ് കോർ മസിൽസും സ്ട്രെങ്തൻ ആവുന്നുണ്ട്. നമ്മൾ നേരെ ഹിപ്പിൻ്റെ ബാക്കിലേക്ക് കൊണ്ടുപോയിട്ട് ഇതുപോലെ പ്ലേസ് ചെയ്യുക. ദെൻ ഈ ഒരു കാല് നീളത്തിൽ വെക്കുക. എന്നിട്ട് ആ കാലൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചതിന് ശേഷം ഇവിടുന്ന് നമ്മൾ പതിയെ ലിഫ്റ്റ് ചെയ്ത് ഇതുപോലെ വന്നിട്ട് കുറച്ച് സെക്കൻഡ്സ് അതായത് ഹോൾഡ് ചെയ്യുന്ന പോലെ. നെക്സ്റ്റ് എക്സസൈസ് സൈഡ് പ്ലാങ്ക്. ഇതിൽ ഒബ്ലിക്കസ്, ക്വാഡ്രേറ്റസ് ലംബാരം ആൻഡ് ട്രാൻസ്വേഴ്സ് അബ്ഡോമിനസ് ഒക്കെ സ്ട്രെങ്തൻ ആവുന്നുണ്ട്. അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഷോൾഡർ ലെവലിൽ കറക്റ്റ് സ്ട്രെയിറ്റ് വരുന്ന പോലെ നമ്മൾ ഒരു സൈഡ് ലൈനിൽ കിടന്നുകൊണ്ട് ഒരു നീയിലേക്ക് മാത്രം, നീയിലും ഷോൾഡറിലും ലോഡ് കൊടുത്തുകൊണ്ട് ലിഫ്റ്റ് ചെയ്യുന്നതാണ്. ആക്ച്വലി നമുക്ക് ചെറിയ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ലിഫ്റ്റ് ചെയ്യാം. ലിഫ്റ്റ് ചെയ്ത് പിന്നെ ഈ പൊസിഷൻ നമുക്ക് കംഫർട്ടബിളാണ് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, നമുക്കത് പതിയെ ആം സൈഡിലേക്ക് ആക്കിയിട്ട് നമ്മുടെ ലുക്സ് സ്ട്രെയിറ്റ് ആയിരിക്കണം. പിന്നെ ഗ്ലൂട്ട്സ് കുറച്ച് കൺട്രാക്ട് ചെയ്ത് പിടിച്ചിട്ട് ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. Then the third and the most important, ഇതിൽ മൾട്ടിഫിഡസ്, പിന്നെ എറക്ടാ സ്പൈനൈ ആൻഡ് ഗ്ലൂട്ടിയസ്. ഈ മസിൽസ് ആണ് ബാക്ക് പെയിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ. ആൻഡ് ഈ മസിൽസ് ഒക്കെ ഇതിൽ സ്ട്രെങ്തൻ ആവും ആൻഡ് സ്പാസം ഒക്കെ റിലീവ് ആവും. രണ്ട് മുട്ടും നിലത്തിതുപോലെ ഉറപ്പിച്ച് ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് ഫസ്റ്റ് ഇപ്പം ഈ കൈ ഉയർത്തുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് ലെഗും ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് പിടിക്കുന്നു. ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യും. ഓപ്പോസിറ്റ് സൈഡ് ഇത് ചെയ്യുന്ന ടൈമിൽ ഗ്ലൂട്ട് താഴെ പോകാതെ കറക്റ്റ് പ്രോപ്പറായിട്ട് ലിഫ്റ്റ് ചെയ്ത് പിടിക്കുക. അതായത് നമ്മുടെ ബട്ടക്സ് മസിൽസ് താഴേക്ക് വീണു പോകാതെ, ലൈക്ക് ഇങ്ങനെ പോകാതെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പിടിക്കുക. എന്നിട്ട് ഹോൾഡ് ചെയ്യുക ഒരു 10 സെക്കൻഡ്സിലേക്ക്. The fourth exercise is the gluteus bridge, in which gluteus maximus, hamstring and transverse abdominis ഒക്കെ സ്ട്രെങ്തൻ ആവും. മടക്കി ഇതുപോലെ കുത്തി വെച്ചിട്ട് നമ്മുടെ ഇടുപ്പ്, ഹിപ്പിൻ്റെ ആ റീജിയൻ മേളിലേക്ക് ഇതുപോലെ ലിഫ്റ്റ് ചെയ്ത് ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഇത് ഓവറായിട്ട് ലിഫ്റ്റ് ചെയ്ത് പോകാതെ ശ്രദ്ധിക്കുക. എന്നാൽ തീരെ ബട്ടക്സ് താഴെ നിൽക്കുന്ന പോലെ പോകാതെ ശ്രദ്ധിക്കുക. ഇത് ആക്ച്വലി ഇന്ന ഒരു പ്ലെയിൻ, ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ കീപ്പ് ചെയ്യുക. 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. And the fifth and the last exercise is dead bug. So ഇതിൽ ട്രാൻസ്വേഴ്സ് അബ്ഡോമിനസും ഡീപ്പ് കോർ മസിൽസും സ്ട്രെങ്തൻ ആവുന്നുണ്ട്. ഒരു നമ്മുടെ കാല് ഒരു 90 ഡിഗ്രി ആംഗിളിൽ ഇതുപോലെ നീ ബെൻഡ് ചെയ്ത് വെച്ചുകൊണ്ട് ദെൻ 2 കൈ മേളിലേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട് ഒരു കൈ മേളിലേക്ക് പോകുന്ന കൂടെ തന്നെ അപ്പുറത്തെ കാലും താഴേക്ക് വരുന്നു. അത് ഫ്ലോറിൽ ടച്ച് ചെയ്യരുത്. ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. 1 2 3 4 5. ദെൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, 1 2 3 4 5. സോ ഇപ്പോൾ പറഞ്ഞ 5 എക്സസൈസും ദിവസം ഒരു എക്സസൈസ് അറൗണ്ട് 3 to 4 മിനിറ്റ്സ് ചെയ്യുമ്പോൾ അറൗണ്ട് ഇറ്റ് വിൽ ടേക്ക് അറൗണ്ട് 20 മിനിറ്റ്സ് പെർ ഡേ. ആൻഡ് ഈ 20 മിനിറ്റ്സിൽ തന്നെ ഇതൊരു ഇൻഷുറൻസ് പോലെയാണ്. നിങ്ങളുടെ ബാക്ക് ഇൻഷുർ ആവും. സോ ഡിസ്ക് പ്രോബ്ലംസ്, സ്പൈൻ പ്രോബ്ലംസ് അതൊക്കെ അവോയ്ഡ് ചെയ്യാം. ആൻഡ് ഓൾഡ് ഏജിൽ സർജറിയും അവോയ്ഡ് ചെയ്യാം.